നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളം മലിനമായതിനെ തുടർന്ന് അന്തിക്കാട്ടുകുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. മുൻ കേന്ദ്രമന്ത്രിയും MLA-യുമായ വി മുരളീധരൻ തൃപ്പയാർ ക്ഷേത്ര ദർശനം നടത്തി. ലഹരി വിപത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് മനുഷ്യച്ചങ്ങല തീർത്തു. വാർത്തകൾ വിശദമായി. അന്തിക്കാട്ടുകുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. വലുതും ചെറുതുമായ അനേകം മീനുകളാണ് കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചത്തുകിടക്കുന്നത്. അന്തിക്കാട്ടുകുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. വലുതും ചെറുതുമായി അനേകം മീനുകളാണ് കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചത്തുകിടക്കുന്നത്. ഇതോടെ പ്രദേശത്താകെ ദുർഗന്ധമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും മുകളിൽ കട്ടിയുള്ള പാടയും രൂപപ്പെട്ടിരുന്നു. ജലം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള കുളമായതുകൊണ്ട് മാലിന്യപ്രശ്ന പരിഹാരത്തിനായി ദേവസ്വത്തിന് കത്ത് നൽകി. ത്രിതല പഞ്ചായത്തിന്റെയും പൊതുജന പങ്കാളിത്തത്തോടുകൂടി മാലിന്യവിമുക്തമാക്കുന്നതിന് പദ്ധതി ആലോചിച്ചു. ജലപരിശോധനയും നടത്തി. ഇതിനിടെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തത്. പല മീനുകളും അവശനിലയിലുമാണ്. ഇത്തരം മീനുകളെ ആളുകൾ പിടിച്ചുകൊണ്ടുപോകുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏകദേശം 4.5 ഏക്കർ വിസ്തൃതിയുള്ള അന്തിക്കാട്ടുകുളവും നൂറുകണക്കിന് ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന ജലാശയമാണ്. സമീപ പ്രദേശത്തെ ജലസ്രോതസ്സുകളെ സമർത്ഥമാക്കുന്നതും ഈ കുളമാണ്. കുളത്തോട് ചേർന്നുള്ള നടപ്പാത, ഓപ്പൺ ജിം, വിശ്രമകേന്ദ്രങ്ങൾ എന്നിവയും ദിവസേന നിരവധി പേർ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും കഴക്കൂട്ടം MLA-യുമായ വി മുരളീധരൻ തൃപ്പയാർ ക്ഷേത്ര ദർശനവും തൃപ്പയാർ അപ്പന് കളഭാഭിഷേകം വഴിപാടും നടത്തി. വി മുരളീധരൻ കേരള നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നതിനായി തൃപ്പയാർ തേവരുടെ ഭക്തനായ ഉണ്ണികൃഷ്ണൻ കാരയിൽ കളഭാഭിഷേകം വഴിപാടായി നേർന്നിരുന്നു. MLA ആയി തിരഞ്ഞെടുത്തതിനു ശേഷം 2 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് കളഭാഭിഷേക വഴിപാടിന് അവസരം ലഭിച്ചത്. ക്ഷേത്രത്തിലെത്തിയ വി മുരളീധരനെ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസും BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദും ചേർന്ന് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP ഭാരവാഹികളായ ജസ്റ്റിൻ ജേക്കബ്, ഷൈൻ നെടിയിരിപ്പിൽ, NS ഉണ്ണിമോൻ, PK കൃഷ്ണനുണ്ണി, രശ്മി ഷിജോ, വാർഡ് മെമ്പർമാരായ അംബിക ടീച്ചർ, ശ്രീകേഷ് S ചന്ദ്രൻ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു. ദേശീയ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാരെ ആദരിച്ചു. ആരോഗ്യരംഗത്ത് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരോടുള്ള ആദര സൂചകമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശുപത്രിയിലേക്ക് എയർബെഡും വാക്കറും സംഭാവനയായി കൈമാറി. ക്ലബ് പ്രസിഡന്റ് ലയൺ ജിസ ആന്റണിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ ജീജ വ്യാസബാബു, P മാധവ മേനോൻ, VS വ്യാസബാബു, AA ആന്റണി, വേണുഗോപാൽ, KN ഷിജു കാരണയിൽ, ബിന്ദു സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കിസാൻ സഭ തൃശൂർ ജില്ലാ ക്യാമ്പ് ജൂലൈ 19-ന് പെരിങ്ങോട്ടുകര താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ഹാളിൽ നടത്തും. ക്യാമ്പ് വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള സംഘാടക സമിതി യോഗം KP സ്മാരകത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MV സുരേഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ KP സന്ദീപ്, കിസാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MR മോഹനൻ, കിസാൻ സഭ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PT സണ്ണി, നാട്ടിക മണ്ഡലം സെക്രട്ടറി VR മോഹൻദാസ്, പ്രസിഡന്റ് ബാബു വിജയകുമാർ, മഹിളാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സീന കണ്ണൻ എന്നിവർ സംസാരിച്ചു. 51 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഭാരവാഹികളായി ജനറൽ കൺവീനർ MV സുരേഷ്, ചെയർമാൻ ഗീതാഗോപി MLA, ട്രഷറർ ബാബു വിജയകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഡൽഹി ഗവൺമെന്റ് മദ്യനയത്തിന്റെ നികുതി കുറയ്ക്കണമെന്നൊരു ചർച്ചയൊക്കെ നടന്നപ്പോൾ തന്നെ എന്ത് കോലാഹലമായി കേരളത്തിൽ UDF ഉണ്ടാക്കിയപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലേ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചു. കരിമണൽ ഖനനം നടത്താൻ
തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഈ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. RSSും BJP ഈടും ഭരണമല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊണ്ടുപോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കെതിരായി വലിയ പ്രചരണം LDFും CPMും CPIയും RSSും BJPയുമായി ഡീലുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടന്നത്. യഥാർത്ഥ ഡീല് കോൺഗ്രസും RSSും SDPയും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ ആളുകൾക്ക് ബോധ്യമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് സെന്റർ കമ്മിറ്റി ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ RM മനാഫ് അധ്യക്ഷത വഹിച്ചു. PM അബ്ദുൽ ജബ്ബാർ, ഗ്രാമപഞ്ചായത്ത് അംഗം നസീമ ബഷീർ, ഖദീജ ബദ്രുദ്ദീൻ, ഹൈറുന്നിസ സലീം, മുജു വലപ്പാട് എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം എന്നൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല കാലികമായ ഒരു പരിപാടിയാണിത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പം മഴയുടെ സീസണാണ്. ഒരു കുട ചൂടി നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മഴക്കോട്ടൊക്കെ ധരിച്ച് നല്ല രീതിയിൽ നമുക്ക് തൊഴിലെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടിയുടെ പ്രത്യേകത. വലപ്പാട് സ്വദേശി ശ്രീരാഗമോഹന്റെ ചിത്രപ്രദർശനം UK-യിൽ ശ്രദ്ധേയമാകുന്നു. ബർമിംഗ്ഹാമിലെ ജ്വല്ലറി ക്വാർട്ടറിലുള്ള വിക്ടോറിയ സ്ട്രീറ്റിലെ ദി ഹൈവ് ഗാലറിയിൽ നടക്കുന്ന ദി ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന പേരിലുള്ള ചിത്രപ്രദർശനമാണ് കലാസ്വാദകരുടെ മികച്ച പ്രതികരണം നേടുന്നത്. ഇതിനോടകം നിരവധി പേരാണ് പ്രദർശനം സന്ദർശിച്ച് പ്രശംസ അറിയിച്ചത്. ജനന സമയത്തുണ്ടായ മെഡിക്കൽ അശ്രദ്ധയെ തുടർന്ന് കൈകളിലെ നാഡികൾക്ക് ക്ഷതമേൽക്കുകയും വലതു കൈയുടെ സ്വാധീനശേഷി നഷ്ടപ്പെടുകയും ചെയ്ത അനുഭവമാണ് ശ്രീരാഗ് തന്റെ ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നത്. ശരീരത്തിന്റെ ഒരു ശേഷി നഷ്ടപ്പെട്ടെങ്കിലും സൃഷ്ടിക്കാനുള്ള ഇച്ഛാശക്തി നഷ്ടമായിട്ടില്ലെന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നൽകുന്നത്. പ്രസവ സമയത്തുണ്ടാകുന്ന പരിക്കുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആകെ 16 പെയിന്റിങ്ങുകളാണ് പ്രദർശനത്തിനുള്ളത്. സാമ്പത്തികമായി താങ്ങാനാവുന്ന ഗാലറി കണ്ടെത്തുന്നതിനായി നിരവധി ഗാലറികൾ സമീപിച്ച ശേഷമാണ് ദി ഹൈവ് ഗാലറി ലഭിച്ചതെന്ന് ശ്രീരാഗ് പറയുന്നു. ഡോക്ടർമാരുടെ ചെറിയ പിഴവുകൾ പോലും ജീവിതകാലം മുഴുവൻ വൈകല്യത്തിനും മാനസിക ആഘാതത്തിനും കാരണമാകാമെന്നും അതിനെക്കുറിച്ച് സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ വിവിധ കോളേജുകളിൽ ബർത്ത് ഇഞ്ചുറി അവയർനെസ്സിനെ കുറിച്ച് ക്ലാസുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 8 മാസം മുൻപാണ് 32-കാരനായ ശ്രീരാഗ് UK-യിൽ എത്തിയത്. നിലവിൽ ആസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ MSc പഠനം നടത്തുകയാണ്. കൂടുതൽ അറിവ് നേടാനുള്ള ആഗ്രഹമാണ് തന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമെന്ന് അദ്ദേഹം പറയുന്നു. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് പെയിന്റിംഗിൽ ബിരുദം നേടിയ ശ്രീരാഗ് കേരളത്തിൽ 3 ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. വലപ്പാട് കോഴിപ്പറമ്പ് ക്ഷേത്രത്തിൽ 2 ചുവർ ചിത്രങ്ങളും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSWയും പൂർത്തിയാക്കിയിട്ടുണ്ട്. വലപ്പാട് കോഴിപ്പറമ്പ് വീട്ടിൽ മോഹനന്റെയും സീനയുടെയും മകനാണ് ശ്രീരാഗ്. സഹോദരി മാനസ. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾക്കും ഹൗസ് അംഗങ്ങൾക്കും സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ R സുജിത്ത്, അഫ്സൽ എന്നിവർ ചേർന്ന് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രിൻസിപ്പാൾ സരിത N, ഹൃതിക AS, അഭിഷേക് KR, നവീൻ കൃഷ്ണ, റെയ്മ മെഹറിൻ, അഹിൽ KS, ഫാത്തിമ മെഹറിൻ, നന്ദന MR, ആവണി VS, ധന്മി മഹേശ്വർ, ആസിയ നന്ദകുമാർ, ജഗത് വിഷ്ണു, നമി കൃഷ്ണ, കൈലാസ് നാഥ്, കിന കൃഷ്ണ, ആകർഷ് A നായർ എന്നിവരെയാണ് സ്കൂൾ പാർലമെന്റ് അംഗങ്ങളായും ഹൗസ് ക്യാപ്റ്റന്മാരായും തെരഞ്ഞെടുത്തത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വിഘ്നേഷ് പ്രസാദ്, സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP, PTA പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. സ്മിത KV, സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. +2 അല്ലെങ്കിൽ 12th ഇരിക്കുന്നവരൊക്കെ ഏറ്റവും ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ഇത്രയും പെട്ടെന്ന് ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിക്കാനുള്ളവർ ഭയങ്കര ആകാംക്ഷയിലിരിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ച് 16-17 വയസ്സിൽ ഇപ്പോൾ ഹൈസ്കൂളാകുമ്പോഴേക്കും നിങ്ങളുടെ അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ വണ്ടികളൊക്കെ എടുത്ത് പരീക്ഷ നോക്കുന്നുണ്ടാവും. പല സ്ഥലങ്ങളിലും ഓടിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അപ്പോൾ ഞാനതിനെക്കുറിച്ചൊക്കെ ഒന്ന്
ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞു അല്ലേ, ഒരു വോട്ടിങ്ങിൽ കൂടെയാണ് നിങ്ങളുടെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു വോട്ടറായി മാറി. ശരിക്കും വോട്ടറാവുന്നത് 18 വയസ്സ് അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ആവുമ്പോൾ, നിങ്ങളൊരു പൗരനാവുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ് വോട്ടിങ്. അതിൻ്റെ എന്താ പറയുക, റിപ്ലിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു മോഡൽ രീതിയിലാണ് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെലക്റ്റഡ് ആയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. കാരണം ഇതാരും മാനേജ്മെൻറ്റോ ടീച്ചേഴ്സോ വേറെ ആരും തിരഞ്ഞെടുത്തതല്ല. നിങ്ങളുടെ തന്നെ സഹപാഠികൾ, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് അവരുടെ എന്തെങ്കിലും ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാം. ഇടവേള. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തളികുളം കാരുണ്യ സേവാ ട്രസ്റ്റ് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അംബേദ്കർ വിദ്യാഭ്യാസ പുരസ്കാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ MK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് PV രാജു അധ്യക്ഷനായി. റജി ആനത്താരയ്ക്കൽ, കോൺഗ്രസ് അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വാസു വളാഞ്ചേരി, ജ്യോതിലക്ഷ്മി NR, കിരൺ MK, ഭദ്രജ് AJ എന്നിവർ സംസാരിച്ചു. ഐഷ തമന്ന, ഇനാദ് KA, ദിയ രാജേഷ്, ആദിത് ശ്രീകുമാർ. വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിലെ യൂത്ത് വിങ്ങും വനിതാ വിങ്ങും യൂണിറ്റ് കമ്മിറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കളമുറി സെന്ററിൽ നടന്ന ചടങ്ങ് KVVES ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. കയ്പമംഗലം പോലീസ് SHO KT ബിജിത്ത് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അൻസാമോൾ, വാർഡ് മെമ്പർമാരായ സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, PC മനോജ്, മുൻ മെമ്പർ CJ പോൾസൺ, KVVS യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് TS മുബാറക്, സെക്രട്ടറി KS സവാദ്, സാബിർ, ഫാത്തിമ സന്തോഷ്, KN സജീവൻ, KP റജി, മണികണ്ഠൻ P, KA അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ കൊച്ചുമക്കളോട് പറയേണ്ട കാര്യം, എത്ര സ്നേഹിതന്മാരായാലും എത്ര നല്ലവരായാലും അവരെന്തെങ്കിലും നമുക്കൊരു മിഠായിയോ ഒരു എന്തെങ്കിലും ലഹരി വസ്തുക്കൾ തരുമ്പോഴോ നോ എന്ന് ഉറച്ചു പറയാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം. ഒരിക്കൽ നമ്മൾ ലഹരി മരുന്നിന് അനുഭവപ്പെട്ടാല് പിറ്റേ ദിവസവും അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ പഠിക്കില്ല. നമ്മുടെ നാഡീവ്യൂഹത്തിനെ അങ്ങനെ തന്നെ ബാധിക്കുന്ന ഈ ലഹരി മരുന്നുകൾ ഇന്ന് അതുകൊണ്ട് മാത്രമാണ് നാട്ടില് ഏറ്റവും വലിയ ക്രൂരമായ രീതിയിൽ പെറ്റമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ചുകൊണ്ട് മയക്കുമരുന്നിന് വേണ്ടിയിട്ട് എന്ത് ക്രൂരകൃത്യവും ചെയ്യുവാൻ പഠിക്കാത്ത ഒരു യുവതല. VBG റാംജി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നാട്ടിക പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു നിർവഹിച്ചു. VBG റാംജി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നാട്ടിക പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരം പുരയ്ക്കൽ, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, സിന്ധു സിദ്ധപ്രസാദ്, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത AS, JS, രേണുക KA എന്നിവർ സംസാരിച്ചു. നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളത് അവസാനിച്ചു. പുതിയ VBG റാംജി എന്നുള്ള പേരിൽ പുതുതായിട്ട് തുടങ്ങണം. അതിൻ്റെ ഒരു ഉദ്ഘാടന സെഷനാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിരവധി കുടുംബങ്ങൾ നമ്മുടെ നാട്ടിക പഞ്ചായത്തിൽ തന്നെ അതുമൂലം
നമ്മളുടെ കുടുംബം പുലർത്തിയിരുന്നവരുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറൊരു പേരിൽ വേറൊരു രൂപത്തിലാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇതിന് ശേഷം തരുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം നിങ്ങൾക്ക് കിട്ടിയിരുന്ന 100 ദിനം എന്നുള്ളത് 125 ദിനമായിട്ടും അതുപോലെ തന്നെ 369 രൂപ ഡെയിലി കിട്ടിയിരുന്നത് 401 രൂപയായിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്തിക്കാട് വടക്കേക്കര ക്ഷേത്ര വാദ്യകലാ സമിതിയുടെ നേതൃത്വത്തിൽ മേള കലാപഠനത്തിന് ആരംഭം കുറിച്ചു. അന്തിക്കാട് വടക്കേക്കര ക്ഷേത്ര വാദ്യകലാ സമിതിയുടെ നേതൃത്വത്തിൽ മേളകലാ പഠനത്തിന് ആരംഭം കുറിച്ചു. മേളകലാകാരൻ പഴുവിൽ രഘുമാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അവരും നല്ലോണം പഠിച്ച് ഇതിൻ്റെ ഇത് പഠിച്ച് കുട്ടികൾ പഠിച്ചുണ്ടാവുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എല്ലാവരും നിലനിർത്തുന്ന വിചാരിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. വാദ്യകലാസമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഇ രമേശൻ, ഷാജി കുറുപ്പത്ത്, അന്തിക്കാട് ഉണ്ണി, പരമേശ്വരൻ മേണാത്ത്, സജീഷ് കുറുവത്ത്, പഴങ്ങാപ്പറമ്പ് കുട്ടൻ നമ്പൂതിരി, അന്തിക്കാട് ദേവദത്തൻ, അന്തിക്കാട് കൃഷ്ണപ്രസാദ്, വൈശാഖ് അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇതിൽ മേളത്തിന് ഉപരി നമുക്ക് ഈ ഒരു കുടുംബത്തിൽ അംഗമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ഇവരെന്നും കൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ VBG റാംജി പദ്ധതിയുടെ കയ്പമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്കരിയ അധ്യക്ഷനായി. സെക്രട്ടറി PD പരമേശ്വരൻ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അൻസാമോൾ, മണി ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സതീഷ്, പ്രജീന ബാൻ, ഫാത്തിമ അനസ്, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, കൂടുതൽ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിലെ തോടുകൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ 318 പദ്ധതികൾ മെറ്റീരിയൽ വർക്കുകളുമായിട്ട് നിങ്ങൾക്ക് ഈ പുതിയ പദ്ധതിയിലൂടെ വരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽ മെറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കാം. പബ്ലിക് ലൈബ്രറികൾ ചെയ്യാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കാൻ സാധിക്കും. പരിശീലന മാർഗങ്ങൾ ഈ മെറ്റീരിയലിന് വേണ്ട സംഭവങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ടുള്ള മെറ്റീരിയൽ വർക്കുകൾ ചെയ്തു തരാനായിട്ട് സാധിക്കും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടന്ന ഞാറ്റുവേല ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നവമി പ്രസാദ്, KK അജിതകുമാരി, ഐഷാബി മുഹമ്മദ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഡോക്ടർ KB സജു, ഹരിലാൽ മാണിയത്ത്, മുസ്തഫ കമാൽ, CDS ചെയർപേഴ്സൺ സുബൈദ ജബ്ബാർ, കൃഷി ഓഫീസർ KA മേഘ, പഞ്ചായത്ത് അംഗങ്ങളായ VV സുവീഷ്, നിതു സുജേഷ്, സാജിദ അഷ്റഫ്, സുധീഷ് മാഞ്ചാക്കൽ, സ്ലസിൻ ദിനേഷ്, ഷാജഹാൻ കണ്ണങ്കിലകത്ത്, രഞ്ജിനി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ആത്മബന്ധത്തിന്റെയും അതുപോലെ കർഷക ജീവിതത്തിന്റെയും നാട്ടറിവുകളുടെയും ഒരു ആഘോഷമാണ് ഈ ഞാറ്റുവേല ചന്തയുടെ. പഴയ തലമുറകളുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഈ ഞാറ്റുവേല ചന്ത എന്നുള്ള നിലയ്ക്ക് നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, നമുക്ക് ഈ ഞാറ്റുവേല ചന്തയിൽ പച്ചക്കറി തൈകൾ, മറ്റു സസ്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതെല്ലാം കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ്
ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം നമ്മളെല്ലാം കാർഷിക വികസന വകുപ്പുകളെല്ലാം നമ്മൾ നടപ്പിലാക്കുക. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോർട്ടബിൾ ABC സെന്റർ ആരംഭിക്കുന്നു. 5 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. ഇതിന്റെ നിർവഹണത്തിനായി 7 സെന്റിൽ കുറയാത്ത സ്ഥലം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സൗജന്യമായോ വിലയ്ക്കോ നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 7 ദിവസത്തിനകം രേഖകളുമായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0487 23 91 53. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളം മലിനമായതിനെ തുടർന്ന് അന്തിക്കാട്ടുകുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. മുൻ കേന്ദ്രമന്ത്രിയും MLA-യുമായ വി മുരളീധരൻ തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തി. ലഹരി വിപത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് മനുഷ്യച്ചങ്ങല തീർത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.